ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഉമ്മച്ചിക്കുട്ടീസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കറുവപ്പട്ടയും ബേ ലീഫും ഗ്രാമ്പൂവും പിന്നെ ജീരകവും ഇട്ട് ജസ്റ്റ് ഒന്ന് മുപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഒരു 3 സവാള ചെറുതായി എറിഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പൊടി ഐറ്റംസ് ആണ്. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ്. അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളി പേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതും പിന്നെ കുറച്ച് കാഷ്യൂ പേസ്റ്റും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്ക് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഈ ഓരോ മുട്ടയുടെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ മുട്ടക്കറി ഇവിടെ റെഡിയായി. വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്.